പ്രേക്ഷകരെ, നിങ്ങൾ തലയിലെടുത്ത് വെച്ചിരിക്കുന്ന ഈ പാറ്റാക്കൂട്ടങ്ങളെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ വ്യക്തമാകും, അല്ലെങ്കിൽ കുറെ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ ഓരോരുത്തരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ്. അപ്പോൾ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്രയും കാലം ഈ കൂട്ടങ്ങളെയാണോ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചതെന്ന് ഓർത്ത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ലജ്ജ തോന്നിയേക്കാം. അത്തരത്തിലുള്ള വിചിത്രവും അപകടകരവുമായ നിലപാടുകളുമായിട്ടാണ് ഈ CJP വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് നാടിനെ നന്നാക്കാൻ ഇറങ്ങിയതെന്ന് അവകാശപ്പെടുന്നവർ യഥാർത്ഥത്തിൽ അക്രമികൾക്കെതിരെ കേന്ദ്ര സർക്കാരോ പോലീസോ നടപടിയെടുക്കുമ്പോൾ അതിനെയെല്ലാം എതിർക്കുകയാണ്. അക്രമികൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ഇവർ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? ഇതൊരു യുക്തിയില്ലാത്ത കാര്യമാണ്. ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ പൊട്ടിമുളച്ച ഈ പാറ്റാക്കൂട്ടം ഇതിനു മുമ്പ് സുപ്രീം കോടതിയെ പോലും വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അക്രമികൾക്കെതിരെ നടപടിയെടുക്കാൻ പാടില്ല എന്ന് വീണ്ടും വാദിക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം? ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് തികച്ചും ഞെട്ടിപ്പിക്കുന്ന പുതിയൊരു റിപ്പോർട്ടും കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. നോക്കൂ പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കേവലം ഒരു സാധാരണ രാഷ്ട്രീയ വാർത്തയല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന വ്യവസ്ഥകളെയും നിയമങ്ങളെയും എങ്ങനെയൊക്കെ വെല്ലുവിളിക്കാമെന്ന് കാണിച്ചു തരുന്ന ചിലരുടെ കാട്ടുനീതിയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടയിൽ നോയിഡ സ്വദേശിനിയായ ഒരു 25-കാരി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളുടെ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. പൊതുവേദിയിൽ വെച്ച് ഭരണാധികാരിക്കെതിരെ അതീവ മോശമായ ഭാഷ ഉപയോഗിച്ച ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പോലീസ് കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോയി. നിയമം അതിന്റെ വഴിക്ക് നീങ്ങി പെൺകുട്ടിക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥ നാടകം ആരംഭിക്കുന്നത് അവിടെയാണ്. നിയമപരമായി തെറ്റ് ചെയ്ത ഒരാൾക്കെതിരെ പോലീസ് നടപടിയെടുത്തപ്പോൾ അതിനെതിരെ വിറളി പൂണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, CJPയുടെ മുഖ്യ വക്താവായ സൗരവ് ദാസ് ആണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? പ്രതിഷേധത്തിനിടയിൽ മോശം ഭാഷ ഉപയോഗിക്കുന്നത് ആർക്കെങ്കിലും അപലപിക്കാമെങ്കിലും പോലീസ് ക്രിമിനൽ നീതിന്യായ സംവിധാനം ഉപയോഗിച്ച് ഇത്തരക്കാരെ ലക്ഷ്യം വയ്ക്കുന്നത് ന്യായീകരിക്കാനാകില്ല എന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എപ്പോഴാണ് ഈ രാജ്യത്ത് പരസ്യമായി അസഭ്യം പറയുന്നത് ക്രിമിനൽ കുറ്റമല്ലാതായി മാറിയത്? ആളുകൾ ദൈനംദിന ജീവിതത്തിൽ ഇത്തരം ഭാഷ ഉപയോഗിക്കാറുണ്ടെന്നും ലോക്സഭയിലെ ചില MP-മാർ പോലും കുറ്റകൃത്യങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നുമൊക്കെയുള്ള വിചിത്രമായ ന്യായീകരണങ്ങളാണ് ഇവർ നിരത്തുന്നത്. അതായത് മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തങ്ങൾക്കും എന്തും തെറ്റുമാകാം, തങ്ങൾ എന്താക്ഷയവും വിളിച്ചു പറഞ്ഞാലും പോലീസ് വടിയെടുക്കാൻ പാടില്ല എന്ന വാദമാണ് CJP മുന്നോട്ട് വെക്കുന്നത്. മോദിക്കെതിരെ എന്ത് വിളിച്ചു പറഞ്ഞാലും എത്രമാത്രം വ്യക്തിഹത്യ നടത്തിയാലും അവരെ ശിക്ഷിക്കാൻ പാടില്ല എന്ന പ്രത്യേക പരിഗണനയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിനു മുൻപും ക്രിമിനൽ പശ്ചാത്തലമുള്ള അക്രമികൾക്കെതിരെ നടപടിയെടുക്കാൻ സുപ്രീം കോടതി അനുവാദം നൽകിയപ്പോൾ സൗരവ് ദാസ് പരസ്യമായി കോടതിയെ വെല്ലുവിളിച്ചിരുന്നു എന്നത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? CJP എന്താണ് ശരിക്കും ലക്ഷ്യമിടുന്നത്? ഇത് പകൽ പോലെ ഇപ്പോൾ വ്യക്തമാണ്. എന്ത് അസഭ്യം പറഞ്ഞാലും എന്ത് ആക്രമണം നടത്തിയാലും കോടതിയും പോലീസും അവരെ തൊടാൻ പാടില്ലെന്ന അപകടകരമായ നിലപാടാണ് സൗരവ് ദാസും കൂട്ടരും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. യുവാക്കളെ ഉപദ്രവിക്കുന്നത് നിർത്തണമെന്നും ഈ പെൺകുട്ടിയെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെടുന്ന ഇവർ യഥാർത്ഥത്തിൽ നിയമവ്യവസ്ഥയെയും ഭരണഘടനയെയുമാണ് പരസ്യമായി വെല്ലുവിളിക്കുന്നത്. നിയമവ്യവസ്ഥയെയും കോടതികളെയും വെല്ലുവിളിക്കുക എന്നത് ഇവർക്കൊരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണിപ്പോൾ. അടിസ്ഥാനപരമായ മര്യാദകളും നിയമങ്ങളും കാറ്റിൽ പറത്തി എന്തു തെറ്റും വിളിച്ചു പറയാൻ ലൈസൻസ് ഉള്ളവരാണ് തങ്ങളെന്നാണ് ഇവരുടെ വിചാരം. എന്നാൽ അതിനെതിരെ നിയമം കർശനമായി ഇടപെടുമ്പോൾ ഇവരുടെ കാട്ടുനീതിയുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ്. അക്രമികൾക്കും തെറ്റുകൾ ചെയ്യുന്നവർക്കും സംരക്ഷണം ഒരുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നതിന് ഇതിലും വലിയ തെളിവ് വേറെ ആവശ്യമുണ്ടോ? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ഇവർ നടത്തുന്ന ഇത്തരം വിചിത്രമായ ന്യായീകരണങ്ങൾ കാണുമ്പോൾ ഇവരെയാണോ ഇത്രയും കാലം നിങ്ങൾ പിന്തുണച്ചത് എന്ന് നിങ്ങൾക്ക് തന്നെ ഓർത്ത് തല താഴ്ത്തേണ്ടി വരും. എന്തായാലും നാട് നന്നാക്കാൻ ഇറങ്ങിയതാണത്രേ. നാണമില്ലേ നിങ്ങൾക്ക്? ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ വേഷധാരികളുടെ യഥാർത്ഥ മുഖം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ആവശ്യമുള്ളവരെയും തെറ്റ് ചെയ്യുന്നവരെയും സംരക്ഷിച്ചുകൊണ്ട് അവരെ കൊണ്ടു നടക്കുക. ഇതാണോ നിങ്ങൾ നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നത്? സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ക്രിമിനലുകളെയും അക്രമികളെയും വെള്ളപൂശാൻ നോക്കുന്ന ഇവരുടെ നിലപാടുകൾ കാണുമ്പോൾ ഏതൊരാൾക്കും ലജ്ജ തോന്നിപ്പോവും. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെയും
കോടതികളെയും വെല്ലുവിളിക്കുന്ന ഇത്തരക്കാർ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? അക്രമികൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല, അവർക്കെതിരെ പോലീസോ നിയമമോ നടപടിയെടുക്കാൻ പാടില്ല എന്ന തികഞ്ഞ ഒരു കാട്ടുനീതിയാണ് ഇവർ ഇവിടെ നടപ്പിലാക്കാൻ നോക്കുന്നത്. ഇതാണോ നിങ്ങൾ നാട് നന്നാക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത്? അപ്പോൾ ജനങ്ങളെ പറ്റിച്ച് ജീവിച്ച ഇവരുടെ മുഖംമൂടിയാണ് ഇപ്പോൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. തെറ്റ് ചെയ്തവന് സംരക്ഷണം കൊടുക്കുകയും നിയമ നടപടികളെ ഭീഷണിയുടെ സ്വരത്തിൽ നേരിടുകയും ചെയ്യുന്ന ഈ കപട രാഷ്ട്രീയത്തെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുകയുള്ളൂ. ഇനി യുവാക്കളെ ഉപദ്രവിക്കുന്നത് നിർത്താൻ ഞാൻ സർക്കാരിനോടും സർക്കാരിന്റെ പോലീസ് സംവിധാനത്തോടും അഭ്യർത്ഥിക്കുകയാണ്. ആരാ പറയുന്നത്? സൗരവ് ദാസ്. ഈ രീതിയിൽ യുവാക്കളെ ലക്ഷ്യം വെക്കുന്നത് പൂർണ്ണമായും നിർത്തണം. ഇതൊട്ടും അംഗീകരിക്കാനാവില്ല. ഇതാണ് ഈ കൂട്ടരുടെ യഥാർത്ഥ ലൈൻ. അതായത് CJP എന്ത് അക്രമം നടത്തിയാലും ശരി, പോലീസ് മാത്രം തിരിഞ്ഞു നോക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് ഇവർ രാജ്യത്തിന് നൽകുന്ന സന്ദേശം. നാടിനെ നന്നാക്കാൻ ഇറങ്ങിയെന്ന് അവകാശപ്പെടുന്നവരുടെ കപടമുഖം ഇതിലൂടെ വ്യക്തമാവുകയല്ലേ? തെറ്റ് ചെയ്യുന്നവരെയും അക്രമികളെയും സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഇവരുടെ നിലപാടുകൾ നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക. എന്താണ് ഇവരുടെയൊക്കെ യഥാർത്ഥ ഉദ്ദേശമെന്നറിയാമോ? തികച്ചും യുക്തിരഹിതമായ യാതൊരു നിലവാരവുമില്ലാത്ത സംസാരമാണ് ഇവർ പുറത്തെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചത് ഇവർക്കൊരു പ്രശ്നമേ അല്ല. അത് തെറ്റാണെന്ന് പറയാൻ പോലും തയ്യാറാകാതെ മറിച്ച് പ്രധാനമന്ത്രി അധിക്ഷേപിച്ച ആ വ്യക്തിയെ പരസ്യമായി പിന്തുണയ്ക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കൊള്ളാം. ഈ ന്യായീകരണം എന്തായാലും കൊള്ളാം. കേന്ദ്രത്തെയോ രാജ്യത്തിൻ്റെയോ നിയമവ്യവസ്ഥയെയോ വെല്ലുവിളിക്കാൻ ഒരു പാറ്റാക്കൂട്ടത്തിനും ആവില്ല. സുപ്രീം കോടതിക്ക് മുകളിലാണ് തങ്ങളെന്ന അഹങ്കാരമാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ പുറത്തു വരുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനയെയും നീതിന്യായ വ്യവസ്ഥയെയും നോക്കുകുത്തിയാക്കാൻ നോക്കുന്ന ഇത്തരക്കാരുടെ കപട രാഷ്ട്രീയം ജനങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ബോധ്യമായി കഴിഞ്ഞു. ഒരു അക്രമിയെ ന്യായീകരിക്കാനും തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി കോടതിയെയും നിയമത്തെയും വെല്ലുവിളിക്കാനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ കൂട്ടർ സമൂഹത്തിന് നൽകുന്നത് തികച്ചും അപകടകരമായ സന്ദേശമാണ്. തങ്ങളൊരു സമരം നടത്തുക, അതിലൊരു കൂട്ടം അക്രമികൾ അഴിഞ്ഞാടുക, മറ്റൊരു കൂട്ടം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പരസ്യമായി അധിക്ഷേപിച്ച് വീഡിയോ ചെയ്യുക. എന്താണല്ലേ ഇവരുടെ യഥാർത്ഥ അവസ്ഥ? ഒന്നിനു പുറകെ ഒന്നായി തെറ്റുകൾ ചെയ്യുക, എന്നിട്ട് അതിനെയെല്ലാം ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുക. ഇതാണ് ഇവരുടെയൊക്കെ രീതി. സമരം എന്ന വാക്കിന്റെ അർത്ഥം പോലും മാറ്റിയെഴുതുന്ന ഒരു പാറ്റാക്കൂട്ടം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. നാട് നന്നാക്കാൻ ഇറങ്ങിയതെന്ന് അവകാശപ്പെടുന്നവരുടെ കപടമുഖവും ഇരട്ടത്താപ്പുമാണ് ഇതിലൂടെ വെളിച്ചത്തായിരിക്കുന്നത്. തങ്ങളൊരു സമരം നടത്തുക, അതിൽ കുറച്ചു പേർ അക്രമം അഴിച്ചുവിടുക, മറ്റൊരു പേർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് വീഡിയോ ചെയ്യുക. എന്തായാലും ഈ ഒരു പാറ്റാക്കൂട്ടങ്ങളുടെ യഥാർത്ഥ മുഖം ഇപ്പോൾ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.